ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ന്യൂ എഡീഷനുള്ള പുതിയ ബുക്കാണ് അല്ലേ. അപ്പം ബുക്കൊക്കെ മാറിയിട്ടുണ്ട്, സ്കൂളൊക്കെ തുറന്നു, ഓണം എക്സാംസ് എത്താറായി. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് രൂപത്തിലാണ് ഈ ചാപ്റ്റർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവരും നോട്ട്സൊക്കെ തയ്യാറാക്കി തന്നെ പഠിക്കാൻ നോക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തേ. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ല കേട്ടോ. നമുക്ക് തുടങ്ങാം. നമ്മുടെ മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, മധ്യകാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ചും അന്നത്തെ കൾച്ചറൽ മൂവ്മെൻറ്റ്സുമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച്? എന്താണ് ഭക്തി എന്ന് പറഞ്ഞാൽ? ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. വാട്ട് ഈസ് ഭക്തി? ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി ഈസ് എ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. എന്താണ് ഭക്തി പറഞ്ഞാൽ? ഭക്തി ഈസ് എ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും മൊത്തമായിട്ടും ദൈവത്തിലേക്ക് ഒരാളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഭക്തി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമുക്ക് ഭക്തി ഉണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ദൈവത്തിൽ നല്ല വിശ്വാസം ഉണ്ടല്ലേ, ദൈവത്തിനായിട്ട് നമ്മുടെ ജീവിതം മൊത്തമായിട്ട് സമർപ്പിക്കുമ്പോഴാണ് നമ്മളതിനെ ഭക്തി പറയുന്നത്. വാട്ട് ഈസ് ഭക്തി? ഭക്തി ഈസ് എ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ഇനി എന്താണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ഭക്തി മൂവ്മെൻറ്റ്? ദി ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ദി ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ്. നമ്മളുടെ ഭക്തിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഓരോ ഐഡിയാസും അതുപോലുള്ള ഓരോ ആക്ടിവിറ്റീസിനും നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? ഭക്തി മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് അറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിക്കായിട്ട് ഭക്തിയിലായിട്ട് നമ്മൾ എന്ത് ഐഡിയാസും ആക്ടിവിറ്റീസും ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്ത് ആക്ടിവിറ്റീസും ഐഡിയാസിനെയും നമ്മൾ എന്ത് വിളിക്കും? ഭക്തി മൂവ്മെൻറ്റ് എന്ന് വിളിക്കും. വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഭക്തി മൂവ്മെൻറ്റ്? എന്താണ് ഭക്തി മൂവ്മെൻറ്റിലേക്ക് നയിച്ച കാരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അതിന് റീസൺ എന്താണ്? ഫസ്റ്റത്തെ റീസൺ അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ക്രിയേറ്റഡ് ബൈ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. നമ്മുടെ സമൂഹത്തിലുള്ള സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വേർതിരിവ് കാണിക്കില്ലേ, സമൂഹത്തിലുള്ള വേർതിരിവ് ക്രിയേറ്റഡ് ബൈ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം. ജാതി വ്യവസ്ഥയുമാണ് എന്തിലോട്ട് നയിച്ചത്? ഭക്തി മൂവ്മെൻറ്റിലോട്ട് നയിച്ച രണ്ട് കാരണങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ ഡിസ്ക്രിമിനേഷനും അതുപോലെ കാസ്റ്റ് സിസ്റ്റവുമാണ് കേട്ടോ മക്കളെ. അപ്പോൾ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു എന്താണ് ഭക്തി, അതുപോലെ എന്താണ് ഭക്തി മൂവ്മെൻറ്റ്, എന്ത് കാരണമാണ്, വാട്ട് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്യൂറിങ് വിച്ച് സെഞ്ച്വറീസ് ഡിഡ് ദ സൗത്ത് ഇന്ത്യൻ മൂവ്മെൻറ്റ് എക്സിസ്റ്റ്? ഏത് സെഞ്ച്വറിയിലാണ്, ഏത് നൂറ്റാണ്ടിലാണ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്തത്? ഏത് കാലഘട്ടത്തിലാണ്, ഏത് നൂറ്റാണ്ടിലാണ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്തത്? അങ്ങനെ ഒരു ചോദ്യം വന്ന മക്കൾ എഴുതണം. ബിറ്റ്വീൻ ദ 7th ആൻഡ് 12th സെഞ്ച്വറി CE. ഏതാണ്? 7ാം നൂറ്റാണ്ടിനെയും 12ാം നൂറ്റാണ്ടിനെയും ഇടയിലാണ് ബിറ്റ്വീൻ 7th ആൻഡ് 12th സെഞ്ച്വറി CEയിലാണ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ്? 7th ആൻഡ് 12th സെഞ്ച്വറി CEയിലാണ്, ബിറ്റ്വീൻ കേട്ടോ. ഇനി നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റൈറ്റിങ്സ് ഓഫ് ആൾവാസ്. ആൾവാസിൻ്റെ റൈറ്റിങ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റൈറ്റിങ്സ് ഓഫ് ആൾവാസ് ആർ നോൺ ആസ് നളയിര ദിവ്യ പ്രബന്ധം. എന്താണ്? നളയിര ദിവ്യ പ്രബന്ധം. ആൾവാസിൻ്റെ റൈറ്റിങ്സിനെ വിളിക്കുന്ന പേരെന്താണ്? നളയിര ദിവ്യ പ്രബന്ധം. അപ്പം റൈറ്റിങ്സ് ഓഫ് നായനാസ് എന്താണ്? നായനാസിൻ്റെ റൈറ്റിങ്സിനെ വിളിക്കുന്ന പേരെന്താണ്? തിരുമുറൈകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? തിരുമുറൈകൾ. ഓക്കെ, അപ്പോൾ റൈറ്റിങ്സ് ഓഫ് ആൾവാസ് ആർ നോൺ ആസ് നളയിര ദിവ്യ പ്രബന്ധം ആൻഡ് റൈറ്റിങ്സ് ഓഫ് നായനാസ് ആർ നോൺ ആസ് തിരുമുറൈകൾ. ഓക്കെ മക്കളെ, മനസ്സിലായോ? വളരെ
അപ്പോൾ നമ്മൾ ആൾവാസിൻ്റെ റൈറ്റിങ്സിനെ കുറിച്ചും നായനാസിൻ്റെ റൈറ്റിങ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ആരാണ് ഈ ആൾവാസ് അല്ലെങ്കിൽ ആരാണ് ഈ നായനാസ് എന്ന് പറഞ്ഞാൽ? മക്കളെ, ആൾവാസ് എന്ന് പറഞ്ഞാൽ ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആണ്. വിഷ്ണു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ വിഷ്ണുദേവൻ്റെ ഭക്തന്മാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൾവാസ് എന്നും, അതുപോലെ ശിവഭക്തന്മാരെ വിളിക്കുന്ന പേരാണെന്ത്? നായനാസ് എന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹു ആർ ദ ഡിവോഷണൽ പോയറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ്? സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിലെ ഡിവോഷണൽ പോയറ്റ്സ് ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ആൾവാസ് വിഷ്ണു ഭക്തരും ഉണ്ട്, അതുപോലെ ശിവഭക്തരും ഉണ്ടല്ലോ. അപ്പം ഡിവോട്ടീസ് ഓഫ് വിഷ്ണുവിനെ ആദ്യം നമുക്ക് നോക്കാം. ആരൊക്കെയാണ് വിഷ്ണു ഡിവോട്ടീസ്? അവരുടെ പോയറ്റ്സിൻ്റെ പേര് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നോക്ക്, കുലശേഖര ആൾവാർ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇത് കാണാതെ പഠിച്ചു വെക്കണേ. കുലശേഖര ആൾവാറുണ്ട്, പെരിയാൾവാർ, അതുപോലെ നമ്മാൾവാർ ആൻഡ് ആണ്ടാൾ അല്ലേ. മറ്റേതൊക്കെ നമുക്ക് പിന്നെയും കിട്ടും. എന്താണ്? ആൾവാർന്ന് ലാസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ ആൻഡ് ആണ്ടാൾ ഇവരൊക്കെ ആരാണ്? ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആണ്. ഡിവോട്ടീസ് ഓഫ് വിഷ്ണു ആണ്. ഇനി നായനാസിൻ്റെ ഡിവോട്ടീസിന് അല്ലെങ്കിൽ ശിവഭക്തന്മാരെ വിളിക്കുന്ന പേരെന്താണ്? നായനാസ് ആണ്. അപ്പോൾ നായനാസിലുള്ള ഡിവോഷണൽ പോയിറ്റ്സ് ആരൊക്കെയാണെന്ന് നോക്ക്. കാരയ്ക്കൽ അമ്മയ്യാർ. ആരാണ്? കാരയ്ക്കൽ അമ്മയ്യാർ, അപ്പാർ, സമ്പന്താർ, സുന്ദരാർ ആൻഡ് മണിക്കവസാഗർ. ആരാണ്? മണിക്കവസാഗർ. കാരയ്ക്കൽ അമ്മയ്യാർ, അപ്പാർ, സമ്പന്താർ, സുന്ദരാർ ആൻഡ് മണിക്കവസാഗർ ഇവരെല്ലാം നായനാസാണ്. ഡിവോട്ടീസ് ഓഫ് ശിവയുടെ ഭക്തന്മാർ അല്ലേ, ശിവഭക്തന്മാരാണ് ഇവർ. ഡിവോഷണൽ പോയിറ്റ്സ് കൂടിയാണ്. സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട ഡിവോഷണൽ പോയിറ്റ്സ് ഭക്തി കവികളിലെ ആരൊക്കെയാണ്? ആൾവാസിലും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കുലശേഖര ആൾവാർ, പെരിയാൾവാർ, നമ്മാൾവാർ ആൻഡ് ആണ്ടാൾ. ഇനി നായനാസിലോ? കാരയ്ക്കൽ അമ്മയ്യാർ, അപ്പാർ, സമ്പന്താർ, സുന്ദരാർ ആൻഡ് മണിക്കവസാഗർ. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കിക്കേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റ്. സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ. ചിലപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം, അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 5 എണ്ണമാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വേർണാക്കുലർ ലാംഗ്വേജസ്. പ്രാദേശിക ഭാഷകളിൽ നമ്മുടെ ഭക്തി ഗാനങ്ങൾ കമ്പോസ് ചെയ്യുക അല്ലെ, എഴുതുക, അതുപോലെ പാടുകയൊക്കെ ചെയ്യുക. അപ്പോൾ കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വേർണാക്കുലർ ലാംഗ്വേജസ്. ഇപ്പം വേർണാക്കുലർ ലാംഗ്വേജസ് അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്ത് ഭാഷയാണ്? മലയാളമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയാൽ ഇതാണ് തമിഴാണ് അല്ലേ. ഇപ്പോൾ ബംഗാളിൽ പോയാൽ അവിടെ ബംഗാളിയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും പ്രദേശത്തും ഓരോ ലാംഗ്വേജസ് ഉണ്ട്, ഭാഷകളുണ്ട്. അപ്പോൾ ആ ഭാഷകളിൽ പറഞ്ഞാലേ അവിടുത്തെ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സോങ്സ് കമ്പോസ് ചെയ്യുമ്പോഴും അത് പാടുമ്പോഴും അവിടുത്തെ വേർണാക്കുലർ ലാംഗ്വേജസിൽ പ്രാദേശിക ഭാഷകളിലാക്കാൻ അവർ എന്താക്കിയിട്ടില്ല, സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിൽ മറന്നിട്ടില്ല. അപ്പോൾ അതൊരു പ്രത്യേക സവിശേഷതയാണ്. ഇനി ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ദൈവത്തിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹമായിക്കോട്ടെ അവരെ തന്നെ അവരെന്തായിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഡീപ്പ് ഡിവോഷൻ ടു ദ ബിലോവ്ഡ് ഡൈറ്റി. മൂന്നാമത്തത് എന്താണ്? ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലോവ്ഡ് ഡൈറ്റി. ആഴമേറിയ സ്നേഹമാണ് ദൈവത്തിനോടുള്ളത് ഇവർക്ക്. ഈ സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിലുള്ള ആളുകൾക്കൊക്കെ എന്താണ്, അവരുടെ ദൈവത്തിനോട് അവർ ആരാധിക്കുന്ന ദൈവത്തിനോട് ഡീപ്പ് ഡിവോഷനാണ്, ആഴമുള്ള ഡിവോഷനാണ്, ഭക്തിയാണ് അവർക്കുള്ളത്. ഇനി ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതിയോ മതമൊന്നും നോക്കാതെ എല്ലാവരെയും ഇതിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. സ്ത്രീകൾക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകിയിട്ടുണ്ട്, പാർട്ടിസിപ്പേഷൻ കൊടുത്തിട്ടുണ്ട്. അവരെ എന്താക്കിയിട്ടില്ല, വേർതിരിച്ച് എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഈ 5 കാര്യങ്ങളാണ് സൗത്ത് ഇന്ത്യൻ ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ബാസവണ്ണ. ആരാണ് ബാസവണ്ണ, അല്ലെങ്കിൽ ബാസവണ്ണ കൊണ്ടുവന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കാം. ഇപ്പോൾ നോക്കിക്കേ. ഫിലോസഫർ, സോഷ്യൽ റിഫോമർ ആൻഡ് പോയറ്റ് ഹു ലിവ്ഡ് ഇൻ കന്നഡ ദേശീയ ഇൻ 12th century, ഫിലന്ത്രോഫിസ്റ്റ്. കന്നഡ ദേശീയയിൽ 12ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന സോഷ്യൽ റിഫോമർ, പോയിറ്റ്, ഫിലോസഫർ ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറയണം ആരാണ്? ബാസവണ്ണയാണ്.
12ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശയിലുള്ള പോയിറ്റ്, കവി ആയിക്കോട്ടെ, സോഷ്യൽ റിഫോമർ ആയിക്കോട്ടെ, ഫിലോസഫർ ആയിക്കോട്ടെ, എല്ലാം ബാസവണ്ണയാണ്. വൈ ഡിഡ് ബാസവണ്ണ സെറ്റപ്പ് അനുഭവ മണ്ഡപം? ബാസവണ്ണ കൊണ്ടുവന്നൊരു കാര്യമാണ് അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. ബാസവണ്ണ എന്തിനായിരുന്നു അനുഭവ മണ്ഡപം കൊണ്ടുവന്നത് എന്ന് ചോദിക്കാം. വൈ ഡിഡ് ബാസവണ്ണ സെറ്റപ്പ് അനുഭവ മണ്ഡപം? ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് നോളേജ്. സ്പിരിച്വൽ ഡിസ്കഷൻ അല്ലേ, ആത്മീയമായിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അവരുടെ അറിവ്, നോളേജ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും പുതുക്കാൻ വേണ്ടിയിട്ടുമാണ് അവർ അനുഭവ മണ്ഡപം, ബാസവണ്ണ അനുഭവ മണ്ഡപം എന്നത് സെറ്റപ്പ് ചെയ്തത്. അപ്പോൾ എന്തിനാണ് വൈ ഡിഡ് ബാസവണ്ണ സെറ്റപ്പ് അനുഭവ മണ്ഡപം? ഫോർ സ്പിരിച്വൽ ഡിസ്കഷൻസ് ആൻഡ് റിന്യൂവൽ ഓഫ് നോളേജ് ആണ്. ഇനി ഹൂ ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം? അപ്പോൾ നമ്മൾ പറഞ്ഞു അനുഭവ മണ്ഡപം കൊണ്ടുവന്നത് ആരാണ്? ബാസവണ്ണയാണ്. അവിടെ ഡിസ്കഷൻസ്, ചർച്ചകൾ നടത്തിയത് ആരായിരുന്നു എന്ന് ചോദിക്കാം. ഹൂ ലെഡ് ദ ഡിസ്കഷൻസ് ഇൻ ദ അനുഭവ മണ്ഡപം. അപ്പോൾ മാറിപ്പോരുത്. അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി ലെഡ് ദ ഡിസ്കഷൻ. ഇവിടെയുള്ള ഡിസ്കഷൻസ് നടത്തിയത് അല്ലാമ പ്രഭുവും അക്ക മഹാദേവിയുമാണ് കേട്ടോ. അപ്പോൾ അനുഭവ മണ്ഡപം കൊണ്ടുവന്നത് ബാസവണ്ണയാണെങ്കിലും അവിടെ ഡിസ്കഷൻ നടത്തിയത് 2 പേരാണ്, അല്ലാമ പ്രഭു ആൻഡ് അക്ക മഹാദേവി. വാട്ട് ഈസ് എ നെയിം ഗിവൺ ടു ദ ഐഡിയാസ് ഫോംഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം? ഈ അനുഭവ മണ്ഡപത്തിൽ അല്ലേ അവിടെ ചോദിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് എ നെയിം ഗിവൺ ടു ദ ഐഡിയാസ് ഫോംഡ് ദ ഡിസ്കഷൻസ്? അവിടെയുള്ള ചർച്ചകളിൽ ഉണ്ടായിട്ടുള്ള ഒരു പേര് അല്ലേ, ഐഡിയാസിൻ്റെ പേര് എന്തായിരുന്നു? വചനാസ് എന്നതാണ്. എന്താണ്? വചനാസ്. വാട്ട് ഈസ് എ നെയിം ഗിവൺ ടു ദ ഐഡിയാസ് ഫോംഡ് ദ ഡിസ്കഷൻസ് ഇൻ അനുഭവ മണ്ഡപം? ആശയങ്ങൾ, പുതുതായിട്ട് കൊണ്ടുവന്ന ആശയങ്ങൾക്ക് അവർ കൊടുത്ത, അനുഭവ മണ്ഡപത്തിൽ കൊടുത്ത ആശയത്തിൻ്റെ പേരെന്തായിരുന്നു? വചനാസ് എന്നാണ്. നെയിം ഓഫ് ദ മൂവ്മെൻറ്റ് ഫൗണ്ട് ബൈ ദ ബാസവണ്ണ. അവർ ബാസവണ്ണ കൊണ്ടുവന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ പേരെന്താണ്? നെയിം ദ മൂവ്മെൻറ്റ് ഫൗണ്ടഡ് ബൈ ബാസവണ്ണ. വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ വീരശൈവ മൂവ്മെൻറ്റ് കൊണ്ടുവന്നത്, ഫൗണ്ട് ചെയ്തത് ആരാണ്? അത് ബാസവണ്ണയാണ്. റൈറ്റ് എനി 2 ബാസവണ്ണാസ് മെസ്സേജസ് ഹൈലൈറ്റിംഗ് ഹ്യൂമാനിസം ആൻഡ് ഈക്വാലിറ്റി. ബാസവണ്ണയുടെ 2 മെസ്സേജസ് പറയാണ്. എന്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്? മനുഷ്യത്വത്തിനെയും തുല്യതയെയും അല്ലേ, ഹ്യൂമാനിസത്തിനെയും ഈക്വാലിറ്റിയെയും ഹൈലൈറ്റ് ചെയ്യുന്ന 2 മെസ്സേജസ് പറയാൻ. ഏതൊക്കെയായിരുന്നു? ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് ദ നേഷൻ വിൽ പ്രോസ്പർ. ആദ്യത്തേത് ഏതാണ്? ഇതിങ്ങനെ തന്നെ ഏതാണ് കേട്ടോ. ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ്, ചിന്തയും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ നമ്മുടെ നേഷൻ എന്താകും? നല്ല രീതിയിൽ വളരും അല്ലേ. ഓൾ ഹ്യൂമൻ ബീയിങ് ഹാവ് ഈക്വൽ റൈറ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ജാതിയൊന്നും നോക്കാതെ എല്ലാ മനുഷ്യർക്കും എന്തുണ്ട്? തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇത് രണ്ടുമാണ് ബാസവണ്ണയുടെ 2 മെസ്സേജസ്, ഹൈലൈറ്റ് ചെയ്യുന്ന മെസ്സേജസ്. ഹ്യൂമാനിസത്തിനെയും ഈക്വാലിറ്റിയെയും ഹൈലൈറ്റ് ചെയ്യുന്ന 2 മെസ്സേജസ് ഏതൊക്കെയാണ്? ഇഫ് തോട്ട് ആൻഡ് ആക്ഷൻസ് ആർ ഗുഡ് ദ നേഷൻ വിൽ പ്രോസ്പർ. ഓൾ ഹ്യൂമൻ ബീങ്സ് ഹാവ് ഈക്വൽ റൈറ്റ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഓക്കെ, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് വീരശൈവ മൂവ്മെൻറ്റിൻ്റെ മെയിൻ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്? ആദ്യത്തേത് ബ്രാഹ്മണിക്കൽ സുപ്രീമസി ആൻഡ് ദി ഒത്തൻറ്റിസിറ്റി ഓഫ് വേദാസ് വേ ക്വസ്റ്റ്യൻഡ്. 2 കാര്യങ്ങൾ അവർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് വീരശൈവ മൂവ്മെൻറ്റ്. ഒന്ന് എന്താണ്? ബ്രാഹ്മണിക്കൽ സുപ്രീമസി, ബ്രാഹ്മണന്മാർക്ക് ഉയർന്ന സ്ഥാനമുണ്ടായിരുന്നു, അതിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ ഒത്തൻറ്റിസിറ്റി ഓഫ് വേദാസിലായിരുന്നു അന്നത്തെ ആളുകൾ കൂടുതൽ വിശ്വസിച്ചിരുന്നത്. ഈ 2 കാര്യത്തിനെയും വീരശൈവ മൂവ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്തു. രണ്ടാമത് പീപ്പിൾ വേ എഡ്യൂക്കേറ്റഡ് അഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വിമൻ. 2 തരം വിവേചനങ്ങളാണ് അന്ന് നടന്നിരുന്നത്. കാസ്റ്റ്, ജാതി വിവേചനവും അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനവും. ഇത് 2നെ പറ്റിയും ആളുകളെ എന്താക്കി? എഡ്യൂക്കേറ്റഡ് ആക്കി. അവരെ കുറിച്ചിട്ടൊക്കെ അവർക്ക് അറിവ് നൽകി. മോണോത്തീസം വാസ് എൻകറേജ്ഡ്. ഏകദൈവ വിശ്വാസം ഇവരെന്താക്കി? എൻകറേജ് ചെയ്തു. ഒറ്റ ദൈവമേ ഉള്ളൂ എന്നതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. കൺവിൻസ്ഡ് ദ പീപ്പിൾ അബൌട്ട് ദ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് ആൻഡ് ലേബർ. പിന്നെ അന്നത്തെ ജനങ്ങളെ അവരെന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്തു? ജോലിയും വർക്കും ലേബറും അതിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ചിട്ട് അവരെ ജനങ്ങളെ ബോധവാന്മാരാക്കി. അതുപോലെ ഹി ഒപ്പോസ്ഡ് ചൈൽഡ് മാരേജ് ആൻഡ് എൻകറേജ് മാരേജ് ആഫ്റ്റർ പ്യൂബേർട്ടി ആൻഡ് വിഡോ റീമാരേജ്. അദ്ദേഹം ചൈൽഡ് മാരേജ് കുട്ടികളെ
ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നതിനും അതുപോലെ എൻകറേജ് മാരേജ് ആഫ്റ്റർ പ്യൂബേർട്ടി. എന്താണ് പ്യൂബേർട്ടി അല്ലെങ്കിൽ അഡോളസൻസിലെ പ്രായപൂർത്തിയായ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചൈൽഡ് മാരേജിനെ ചെറിയ കുട്ടികളെ കല്യാണം കഴിപ്പിക്കുന്നതിന് തടയുകയും ചെയ്തു. അതുപോലെ വിഡോ റീമാരേജിനെയും അദ്ദേഹം എന്താക്കി എൻകറേജ് ചെയ്തു. വിധവകളല്ലേ കല്യാണം ഭർത്താവ് മരിച്ച ആളുകളുണ്ടാവും, സ്ത്രീകളുണ്ടാവും. അപ്പം അവർക്ക് കല്യാണം കഴിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പം ഈ കാര്യത്തെ വിഡോ റീമാരേജിനെയും അദ്ദേഹം എന്താ ചെയ്തത്, അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, അപ്പം മെയിനായിട്ട് കുറച്ച് നമ്മൾ വീരശൈവ മൂവ്മെൻറ്റ് വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. അപ്പം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ഫ്രം എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ.